എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് പാലട പായസമാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ പിങ്ക് പാലട പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കളറും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും ഒന്നും കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാലട പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ അടയാണ്. ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം അളവിൽ അടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെള്ള അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അടയ്ക്ക് പകരം നമുക്ക് മട്ട അരിയുടെ അട വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 100 ഗ്രാം അളവിൽ അട നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അട നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒരു 3 കപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ വേണം നമ്മൾ ഇതുള്ളൊരു 3 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റോളം ഈ ഒരു അടയൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് തീരെ ചെറിയ അടയായതുകൊണ്ട് നമ്മളൊരു 20 മിനിറ്റൊക്കെ നല്ല ചൂടുവെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് നമുക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഈ ഒരു അട സെപ്പറേറ്റ് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പാലിലിട്ട് നമ്മൾ കുറച്ച് സമയം ഇളക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അട നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ ഒരു 20 മിനിറ്റ് ഒരു അടയൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അട. ഇനി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് ഊറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നോർമൽ വാട്ടർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു അടയിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും ആ ഒരു ബട്ടർ. അപ്പോൾ ബട്ടർ ഇട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലൊന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ പഞ്ചസാര ഒന്ന് വെതറിയിട്ട് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം നമ്മളിതിൽ ബട്ടർ കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങും. ഇതുപോലെ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരാൻ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പഞ്ചസാര നമുക്കൊന്ന് ക്യാരമൽ ആക്കി എടുക്കേണ്ടതാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു പാലട പായസത്തിന് ആ ഒരു പിങ്ക് കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാര നമുക്കൊന്ന് ക്യാരമൽ ആക്കിയിട്ട് എടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് നമുക്ക് പഞ്ചസാര ഉരുകി ഇത് കണ്ടില്ലേ ഈ ഒരു കളറായിട്ട് കിട്ടും. ഈ ഒരു കളർ മതി കേട്ടോ. ഇതിൽ ഒരുപാടങ്ങ് ഡാർക്ക് കളർ ആക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര ഇതുപോലെ ക്യാരമൽ ആക്കി എടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാ നോർമൽ വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നിളക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാരമൽ ഒന്ന് കട്ടിയായിട്ടുണ്ടാകും കേട്ടോ ഈ ഒരു സമയത്ത്. അതൊരു കുഴപ്പമില്ല. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ ആ ഒരു ക്യാരമൽ നന്നായിട്ട് അലിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ക്യാരമൽ ഒന്ന് അലിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെ ഫുള്ളായിട്ട് ആ ഒരു ക്യാരമൽ ഒന്ന് അലിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ലിറ്റർ അളവിൽ പാലാണ്. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ വന്നിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പാലട പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി പഞ്ചസാര ഒന്ന് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു മധുരം നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മളിതിലേക്ക് ക്യാരമലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തെങ്കിലും കുറച്ചും കൂടി മധുരത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. പായസം ആയതുകൊണ്ട് പഞ്ചസാരയെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പാണ് എടുത്തത്, അത് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നന്നായിട്ട് കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അടയാണ്. അപ്പോൾ ഇനി ഒരു അട ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ അടയും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് പാലൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി അത്യാവശ്യം നന്നായിട്ട് നമുക്കിതൊന്ന് കുറുകി കിട്ടണം. കറക്റ്റ് ആ ഒരു പാലട പായസത്തിൻ്റെ ഒരു പരുവമില്ലേ, അത്യാവശ്യം ഒന്ന് തിക്കായിട്ടിരിക്കുന്ന ഒരു രീതിക്ക് ആ ഒരു രീതിക്ക് നമ്മളൊന്ന് കുറുക്കിക്കൊണ്ടിരണം. അപ്പോൾ ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുത്ത് നമ്മളിത് പെട്ടെന്ന് അങ്ങ് കുറുക്കിയെടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അതുപോലെ കൈവിടാതെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പാട കെട്ടാനും പാടില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇതിനുള്ള അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സൈഡിലെല്ലാം ഈ ഒരു പാലിങ്ങനെ പറ്റി പിടിച്ച ഒരു രീതിക്ക് ഇരിക്കും. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിന്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത ഒരു മധുരം കറക്റ്റ് അളവാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്കിതൊന്ന് കുറുകി കിട്ടണം. ഇതാണ് കേട്ടോ ഈ ഒരു പാലടയുടെ ഒരു കറക്റ്റ് ഒരു പാകം. ഇതിൽ ഒരുപാട് നമ്മളങ്ങ് കുറുക്കി എടുക്കണ്ട. ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരുപാടങ്ങ് കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി കുറുകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, അടയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് കിട്ടുന്ന ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് അതിൻ്റെ കളർ മാറിപ്പോകണ്ട. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിങ്ക് പാലട പായസത്തിൽ നമ്മൾ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു പിങ്ക് പാലട പായസം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പിങ്ക് പാലട പായസം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പായസം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.